ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഗാർഡിയൻസ് എന്നറിയപ്പെടുന്ന എർത്ത് പോണികളും പെഗസസും യൂണിക്കോണുകളും ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു യൂണിക്കോണിന്റെ ഭാവം മാറിയത്. അതിന്റെ കൊമ്പ് ലേസർ കൊമ്പാണെന്നും ഞാനൊരു പിശാചാണെന്നും പറഞ്ഞ ആ യൂണിക്കോൺ ബാക്കി എല്ലാവരെയും പേടിപ്പിച്ചു. അതൊരു പഴങ്കഥയാണ്. ഈ കഥയെ ചൊല്ലി ഈ മൂന്ന് കൂട്ടരും ഇപ്പോഴും ശത്രുതയിലാണ്. എന്നാൽ ഈ കഥ വിശ്വസിക്കാത്ത ഒരു എർത്ത് പോണിയാണ് സണ്ണി. അവള് ജീവിക്കുന്നത് മേരി ടൈം ബേ എന്ന സ്ഥലത്താണ്. തന്റെ സുഹൃത്തുക്കളായ ഹിച്ചിനോടും സ്പ്രൗട്ടിനോടും പെഗസസും യൂണിക്കോണുകളും നമ്മളുടെ സുഹൃത്തുക്കൾ തന്നെയാണെന്ന് പറയുമ്പോൾ അവൾ മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ അവളെ എതിർക്കുകയാണ്. അവളുടെ അച്ഛനാണ് ഈ മൂന്ന് കൂട്ടരുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ കഥ സണ്ണിയെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഹിച്ചിന്റെയും സ്പ്രൗട്ടിന്റെയും അമ്മയായ ഫിലിക്സ് അവരെ വിളിക്കാൻ സണ്ണിയുടെ വീട്ടിലേക്ക് വരുന്നത്. അവർക്ക് മക്കൾ ഇവിടെ വരുന്നത് പോലും ഇഷ്ടമല്ല. കാരണം സണ്ണിയുടെ അച്ഛൻ ഇനി അവരുടെ മൈൻഡ് വല്ലതും മാറ്റിക്കളഞ്ഞാലോ. എന്നാൽ നമ്മുടെ സണ്ണിയും അച്ഛനും ചേർന്ന് പലപ്പോഴും പെഗസസിനും യൂണിക്കോണിനും വേണ്ടി കത്തുകൾ തയ്യാറാക്കിയത് പറത്തിവിടാറൊക്കെ ഉണ്ടായിരുന്നു. ശേഷം അവളുടെ അച്ഛൻ പറയുന്ന ഈ മൂന്ന് കൂട്ടരുടെയും മനോഹരമായ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി കേട്ട് അവൾ ഉറങ്ങും. കാലം ഒരുപാട് കഴിഞ്ഞു. നമ്മുടെ സണ്ണി വളർന്ന് വലിയ സുന്ദരി കുട്ടിയായി. ഇന്ന് പക്ഷെ അവളുടെ അച്ഛൻ അവളുടെ കൂടെയില്ല. എന്നാലും അച്ഛനോടൊത്ത് അവൾ എടുത്ത തീരുമാനം ഈ മൂന്ന് കൂട്ടരെയും വീണ്ടും ഒരുമിപ്പിക്കുമെന്നുള്ള കാര്യം. അതിനുവേണ്ടി അവൾ ഇപ്പോഴും കഷ്ടപ്പെടാറുണ്ട്. ഫിലിക്സ് കമ്പനി ഇന്ന് പുതിയതായിട്ട് കുറച്ച് മെഷീനുകൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഹിച്ച് വളർന്ന് ഒരു പോലീസുകാരനായിരിക്കുകയാണ്. സണ്ണി ആണെങ്കിൽ ഫിലിക്സ് കമ്പനിയുടെ ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഹിച്ചും സ്പ്രൗട്ടും ചേർന്ന് അവളെ തടഞ്ഞു വെച്ചു. പക്ഷെ അവൾ എങ്ങനെയൊക്കെയോ പുറത്തെത്തി. ഇവർ കാണിക്കുന്ന മെഷീനുകൾ എന്താണെന്ന് വെച്ചാൽ യൂണിക്കോണുകൾ മനസ്സ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും പെഗസസുകൾ പറന്നാക്രമിക്കാൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുമുള്ള മെഷീൻസ് ആയിരുന്നു. എന്നാൽ അവിടെ ചെന്നെത്തിയ നമ്മുടെ സണ്ണി വേദിയിൽ കയറി ഇവർ രണ്ടു കൂട്ടരും നമ്മളുടെ സുഹൃത്തുക്കളാണെന്ന് പറയുമ്പോൾ കാണികൾ അവളെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ ഹിച്ച് അവളെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അന്നേരം അവള് വിഷമിച്ച് ഒരിടത്ത് പോയിരുന്നു. അപ്പോഴാണ് യഥാർത്ഥ ഒരു യൂണിക്കോണിനെ അവൾ നേരിട്ട് കണ്ടിരിക്കുന്നു. അതിനെ കണ്ടതും നമ്മുടെ സണ്ണി അവളുടെ പിന്നാലെ പോയി നീ ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു. കാരണം ഫിലിക്സിന്റെ കമ്പനി അവിടെ മുഴുവനായിട്ട് യൂണിക്കോണുകളെ പിടിക്കാനായിട്ട് ട്രാപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത്തരത്തിലെ ഒരു ട്രാപ്പിൽ നമ്മുടെ ഇസി എന്ന ആ ഒരു യൂണിക്കോൺ ലോക്കായെങ്കിലും സണ്ണി അവളെ രക്ഷിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ ഹിച്ചും സ്പ്രൗട്ടും പിറകെ വന്ന് അവളെ ഇറക്കി വിടാൻ പറയുകയാണ്. നമ്മുടെ ഇസി ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. എന്നാ അവൾക്ക് മാജിക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കാനായി നമ്മുടെ സണ്ണി മേരി ടൈം ബേയിൽ നിന്ന് തന്നെ ഇസിയുമായി പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഇവര് കരുതും പോലെ നമ്മുടെ യൂണിക്കോണുകളുടെ കൊമ്പിന് ഒരു തരത്തിലുള്ള മാജിക് ഇല്ല എന്ന് ഇസിയിൽ നിന്ന് സണ്ണിക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ പിന്നെ ആർക്കാ മാജിക്? നമ്മൾ ചിന്തിച്ചു വെച്ചതൊക്കെ വെറുതെ ആയിരിക്കോ? ഞാൻ കരുതി നിങ്ങളുടെ മാജിക് ഉപയോഗിച്ച് നമ്മൾ മൂന്ന് കൂട്ടരെയും ഒരുമിപ്പിക്കാമെന്ന്. അവളുടെ കയ്യിൽ അച്ഛൻ കൊടുത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകം നോക്കി പെഗസസുകളുടെ നാട്ടിലേക്ക് നമുക്ക് പോവാം, അവിടെ പോയി മാന്ത്രികത കൊണ്ട് നമ്മൾ മൂന്ന് കൂട്ടരെയും വീണ്ടും ഒരുമിപ്പിക്കാമെന്ന് അവര് രണ്ടുപേരും തീരുമാനിക്കുന്നു. ഈ സമയത്ത് ഹിച്ചാണെങ്കിൽ സണ്ണി ഇസിയുടെ കൂടെ പോയതിൽ പേടിച്ച് അവളുടെ പിറകെ പോവാൻ നോക്കുകയാണ്. ഇവൻ പോലീസ് ആണല്ലോ. അപ്പോ ആ ഷെറിഫിന്റെ ജോലി കുറച്ചു നാളത്തേക്ക് സ്പ്രൗട്ടിനോട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ ഹിച്ച് ഇവിടെ നിന്ന് പോകുന്നത്. സ്പ്രൗട്ടിനാണെങ്കിൽ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ആയിരുന്നു. അവൻ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി അമ്മയോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി അമ്മ നോക്കിക്കോ, മേരി ടൈം ബേ പുതിയൊരു നാടായി മാറുമെന്ന് പറയുകയാണ് അവൻ. സണ്ണിയും ഇസിയും കൂടി ഇങ്ങനെ ഒരു മലയിടുക്കിലൂടെ പരസ്പരം സംസാരിച്ചുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടു മുൻപിൽ മൂടൽമഞ്ഞാണ്. സണ്ണിയും ഇസിയും എങ്ങനെയൊക്കെയോ സേഫായി ഒരിടത്ത് നിന്നപ്പോ അവരുടെ മുന്നിലേക്കൊരു പെഗസസ് വരികയാണ്. അവന്റെ പേര് സിപ്പ് എന്നായിരുന്നു. തൊട്ടു പിറകിലായിട്ട് രാജ്ഞിയുടെ പടയാളികൾ. സിപ്പ് അവരെ കണ്ട് ഒഴിഞ്ഞു മാറി. ഇപ്പൊ നമ്മുടെ സണ്ണിയെയും ഇസിയെയും നേരിട്ട് കണ്ട് ഒരു എർത്ത് പോണിയും യൂണിക്കോണും ഒന്നിച്ചോ എന്ന് ചോദിച്ച പടയാളികൾ ഇവരെ രാജ്ഞിയുടെ മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. പെഗസസിന്റെ ലോകം അടിപൊളിയായിരുന്നു. ഇന്ന് രാജ്ഞിയാണെങ്കിൽ ഒരു ഭക്ഷ്യമേള ഒരുക്കിയിട്ടുണ്ട്. പോരാത്തതിന് രാജകുമാരിയായിട്ടുള്ള പിപ്പിന്റെ പാട്ട് പരിപാടിയും നാളെ നടക്കാനായിട്ടുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും ഈ അറിവൊക്കെ നമ്മുടെ സണ്ണിക്കും ഇസിക്കും ലഭിക്കുകയാണ്. രാജ്ഞിയായിട്ടുള്ള ഹാവൻ ഇവരെ കണ്ട് നിങ്ങൾ രണ്ടു കൂട്ടരും ഞങ്ങളെ ആക്രമിക്കാൻ വന്നതല്ലേ എന്ന് ചോദിക്കുന്നു. നമ്മുടെ സണ്ണിയുടെ കയ്യിലാണെങ്കിൽ ഇവിടേക്ക് വരാനായിട്ടുള്ള മാപ്പ് കണ്ട് രാജ്ഞി അത് പിടിച്ചു വാങ്ങി വെക്കുകയും ചെയ്യുകയാണ്. ഹിച്ച് പോയ തക്കത്തിന് നമ്മുടെ സ്പ്രൗട്ട് ആണെങ്കിൽ ഇവിടെ അതിവിപുലമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട്
നമ്മുടെ എർത്ത് പോണികളെ മുഴുവനായിട്ട് പെഗസസിന്റെയും യൂണിക്കോൺസിന്റെയും എതിരെ തിരിച്ച് ഒരു ആർമി തയ്യാറാക്കുകയാണ്. സണ്ണിയും ഇസിയും ഇവിടെ ഇപ്പോൾ ഉള്ളത് ജയിലിലായിരുന്നു. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇവിടെ രാജകുടുംബത്തിലുള്ളവർ മാത്രമാണല്ലോ പറക്കുന്നത്, സാധാരണ പെഗസസ് പറക്കുന്നത് കാണുന്നില്ലല്ലോ എന്ന് സണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പിപ്പും സിപ്പും വരികയാണ്. ഇവരങ്ങനെ ആ സംശയം പിപ്പിനോടും സിപ്പിനോടും ചോദിക്കുന്നുണ്ട്. സിപ്പാണെങ്കിൽ സണ്ണിയുടെ ആ പുസ്തകം തിരികെ കൊടുത്തു. അപ്പോഴാണ് പിപ്പ് പറയുന്നത്, അത് പിന്നെ അങ്ങനെയാണ്, ഇവിടെ രാജകൊട്ടാരത്തിലുള്ളവർ മാത്രമേ പറക്കുള്ളൂ. എന്നിട്ട് അവള് പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. സിപ്പിനോട് വീണ്ടും സണ്ണി ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. അന്നേരം സിപ്പാണെങ്കിൽ എന്നാ വാ പുറത്തോട്ട് വാ എന്ന് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് കടക്കുന്നു. ഹിച്ച് നമ്മുടെ സണ്ണി അന്വേഷിച്ച് പെഗസസിന്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവൻ ശരിക്കിവിടെ കുടുങ്ങേണ്ടതായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ പെട്ടില്ല. ഇവരങ്ങനെ അധികമാരും വരാത്ത ഒരു ഇടനാഴിയിലേക്കാണ് വരുന്നത്. അവിടെയും ഈ 3 കൂട്ടരും ഒന്നിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും ഈ രാജകൊട്ടാരത്തിലുള്ളവർക്കും പറക്കാൻ പറ്റില്ല. അതിന്റെ ടെക്നിക്ക് എന്താണെന്നൊക്കെ സിപ്പ് ഇവർക്ക് പറഞ്ഞു കൊടുത്തു. ഇവരുടെയും മാജിക് ഇല്ല. അതിനർത്ഥം ഇവര് 3 കൂട്ടർക്കും മാജിക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ഉണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയിരിക്കുന്നു. പെഗസസിലും എർത്ത് പോണീസിന്റെ അടുത്തും യൂണിക്കോണിന്റെ നാട്ടിലുമാണ് ഈ 3 കഷ്ണങ്ങൾ ഉള്ളത്. സോ ഇവിടെയുള്ള കഷ്ണം നമ്മുടെ പെഗസസ് രാജ്ഞിയായിട്ടുള്ള ഹാവേനിന്റെ കിരീടത്തിലാണ്. അതെടുക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. എന്നിട്ട് ഇവരുടെ മാജിക് തിരിച്ചു കൊണ്ടുവരാമെന്നും. പക്ഷെ നമ്മുടെ രാജ്ഞിയാണെങ്കിൽ കുളിക്കുമ്പോ പോലും ആ കിരീടം അഴിച്ചു വെക്കാറില്ല. പിറ്റേന്ന് പിപ്പിന്റെ പരിപാടി നടക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് കിരീടം അടിച്ചു മാറ്റാമെന്നുള്ള ഒരു പ്ലാൻ സിപ്പ് കൊണ്ടുവരികയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ റെഡിയാക്കി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കിരീടം നമ്മുടെ ഈസി തയ്യാറാക്കുകയും ചെയ്തു. പിറ്റേന്ന് നമ്മുടെ പിപ്പിന്റെ പരിപാടി തുടങ്ങാനായിട്ട് സമയമായിരിക്കുകയാണ്. ഇപ്പോഴും സണ്ണിയും ഇസിയും അവിടെ ജയിലിൽ തന്നെ കിടക്കുകയാണെന്നാണ് ഹാവൻ കരുതിയിരിക്കുന്നത്. രാജ്ഞി പ്രജകളുടെ മുന്നിലേക്ക് പറന്നിറങ്ങി. നമ്മുടെ സണ്ണിയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കിരീടം അവിടെ വെച്ച് ഒറിജിനൽ കിരീടം എടുത്തു കൊണ്ടുപോകുമ്പോൾ രാജ്ഞിയുടെ പട്ടിക്കുട്ടി അത് കാണുന്നു. ഇവർ അതൊക്കെയായി പുറത്തോട്ടിറങ്ങുമ്പോഴാണ് വേഷം മാറി നിൽക്കുന്ന ഹിച്ചിനെ കാണുന്നത്. പിന്നീട് അവിടെ നടന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് കിരീടം അങ്ങോട്ട് വീഴുന്നു, ഒറിജിനൽ കിരീടം ഇങ്ങോട്ട് വീഴുന്നു. പിന്നെ പിപ്പിന്റെ പരിപാടിക്കിടയില് നമ്മുടെ പെഗസസ് രാജകുടുംബം മറച്ചു വെച്ചിട്ടുള്ള ആ ഒരു രഹസ്യമുണ്ടല്ലോ, അവർക്കും പറക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം അതുവരെ ഈ പ്രജകൾക്ക് മനസ്സിലായിരിക്കുകയാണ്. രാജ്ഞിയും കൂട്ടരും നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവർ രാജ്ഞിക്ക് എതിരെ തിരിഞ്ഞു. എന്തായാലും നമ്മുടെ കുട്ടികളുടെ പ്ലാൻ വിജയിച്ചു. അവർക്ക് ആ ഒരു ക്രിസ്റ്റലിന്റെ പെഗസസിലുള്ള ഭാഗം കിട്ടിയിരിക്കുകയാണ്. ഹിച്ച് പക്ഷെ ഇവരുടെ കൂടെ കൂടാതെ നിൽക്കുകയാണ്. എന്നാലും ഇവിടെ ഇത്രയും വലിയൊരു അവസ്ഥ നടക്കുമ്പോൾ ഇവരെ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് നമ്മൾ ഈ ക്രിസ്റ്റൽ സംയോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഇനി നമ്മൾ പോകേണ്ടത് യൂണിക്കോൺസിന്റെ നാടായിട്ടുള്ള ബ്രൈഡൽ വുഡ്സിലേക്കാണെന്ന് പറയുന്നു. പിപ്പും സിപ്പും ഇവരുടെ കൂടെ ചേരാമെന്നും പറയുകയാണ്. രാജ്ഞി തൽക്കാലം ഇവിടെ അറസ്റ്റിലായിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സ്പ്രൗട്ട് ആണെങ്കിൽ ഒരു ആർമിയിലേക്ക് വേണ്ട ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ 5 ഫ്രണ്ട്സും ചേർന്ന്, അതായത് ഹിച്ച് ഇപ്പോഴും ഇവരുടെ കൂടെ ചേർന്നിട്ടില്ല, എന്നാലും ഇവരെല്ലാവരും ചേർന്ന് ബ്രൈഡൽ വുഡ്സിലേക്ക് പോകുന്നു. പൊളിഞ്ഞ പാലമൊക്കെ ഒരു മരം വീഴ്ത്തി നമ്മുടെ ഇസി ശരിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രിയിൽ പിപ്പും സിപ്പും സണ്ണിയും ഇസിയും എല്ലാവരും ഒന്നിച്ചിരുന്ന് തീ കാഞ്ഞിരുന്ന് സംസാരിക്കുമ്പോഴും ഹിച്ച് മാത്രം തൊട്ടപ്പുറത്ത് മാറിയിരിക്കുകയാണ്. എന്നാൽ സണ്ണി അവനെ പോയി വിളിച്ചു. നിനക്കിപ്പോഴും തോന്നുന്നുണ്ടോ ഇവരൊക്കെ അപകടകാരികളാണെന്ന്? നമ്മൾ തെറ്റായി വിചാരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അത് ശരിയാക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ അതിൽ ചേരണ്ടേ എന്ന് ചോദിച്ച് സണ്ണി ഹിച്ചിനെ വിളിച്ച് കൂടെ കൂട്ടുന്നു. അന്ന് നമ്മുടെ സണ്ണി അയച്ച കത്ത് കണ്ടിട്ടായിരുന്നു ഇസി ശരിക്ക് മാരി ടൈം ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും പാവങ്ങളാണെന്നും ഇവരുടെ ധാരണ മാത്രമാണ് തെറ്റായിരുന്നതെന്നും മനസ്സിലായി ബ്രൈഡൽ വുഡ്സിലെ കാട്ടിലേക്ക് ഇവർ കടക്കുന്നു. അങ്ങനെ ഇസിയുടെ വീട്ടിലെത്തിയപ്പോൾ ഇസി അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്ത് ഇവരെ എല്ലാവരെയും ഒരു യൂണിക്കോൺസിന്റെ പോലെയാക്കി മാറ്റുകയാണ്. ശേഷം ക്രിസ്റ്റലുകൾ സൂക്ഷിക്കുന്ന ഒരു കടയുണ്ട്. അവിടെ പോയി ചോദിച്ചപ്പോൾ ആൽഫാബെറ്റിൽ എന്ന് പറയുന്ന ഒരു വാതുവെപ്പുകാരന് ഇവിടുത്തെ ആ ഒരു ക്രിസ്റ്റൽ ഇങ്ങേര് വിറ്റു എന്ന് പറയുകയാണ്. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ പുള്ളിക്കാരന്റെ കൂടെ എന്തെങ്കിലും മത്സരം വെച്ച് അതിൽ നമ്മൾ വിജയിക്കണം. അപ്പൊ ഇത്തവണ സണ്ണി പോയിട്ട് മത്സരത്തിനിരുന്ന് നിന്റെ കയ്യിൽ എന്താണ് വാതുവെക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ പെഗസസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ക്രിസ്റ്റൽ പീസ് അവൾ വെക്കുകയാണ്. ഇതൊരു ഡാൻസ് മത്സരമായിരുന്നു. 3 മത്സരത്തിൽ ഏതെങ്കിലും ഒന്നിൽ വിജയിച്ചാൽ മതി. നമ്മുടെ ഇസി പറഞ്ഞു കൊടുത്ത സ്റ്റെപ്പുകളിലൂടെ സഞ്ചരിച്ച നമ്മുടെ സണ്ണി ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു. പക്ഷെ അപ്പോഴേക്ക് അവൾ ഒരു യൂണിക്കോൺ അല്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുകയാണ്. അന്നേരം ഇവരിവളെ ആക്രമിക്കാനായി വരുമ്പോഴേക്ക്
നോക്കുമ്പോഴേക്ക് ഹിച്ചാണെങ്കിൽ മാജിക്കിന്റെ കാര്യങ്ങൾ പറയുന്നു. മാജിക്കിന്റെ കാര്യം ഇവർക്ക് ഹറാമാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ഇവരൊരു പ്രത്യേക കളിയിൽ ഏർപ്പെടും. ഇവർ ആ പ്രത്യേക കളിയിൽ ഏർപ്പെട്ടപ്പോഴേക്ക് ഇവിടെ നിന്നുള്ള ക്രിസ്റ്റലും പെഗസസിലെ ക്രിസ്റ്റലുമായിട്ട് ഇവർ ഇവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. അന്നേരം നമ്മുടെ ഹാവേൻ ആണെങ്കിൽ എങ്ങനെയൊക്കെയോ തന്റെ നാട്ടുകാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പെഗസസിലെ ആൾക്കാരും യൂണിക്കോൺസിലെ ആൾക്കാരും ചേർന്ന് ഒന്നിച്ച് നേർക്ക് നേരെ നിൽക്കുകയാണ്. ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ട നമ്മുടെ സണ്ണി, നിങ്ങൾ ഇങ്ങനെ അടികൂടല്ലേ, നമുക്കാർക്കും ഇപ്പൊ മാജിക് ഇല്ല, നമുക്ക് മാജിക് തിരിച്ചു കൊണ്ടുവരണം, എന്നാലേ ഒന്നിച്ച് നല്ല സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കൂ എന്ന് പറയുകയാണ്. ഇപ്പൊ കിട്ടിയ ആ 2 ക്രിസ്റ്റൽ പാളികളും ചേർത്ത് ഇവര് വെച്ച് നോക്കുകയാണ്. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഇത്രയ്ക്ക് മെനക്കെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എല്ലാം വെറുതെ ആയി പോയല്ലോ എന്ന് പറഞ്ഞ് അവരവരുടെ ക്രിസ്റ്റൽ ഭാഗങ്ങൾ അവരവർക്ക് തന്നെ കൊടുത്ത സണ്ണി ഹിച്ചിന് കൂടെ തിരിച്ച് മേരി ടൈം ബീച്ചിലേക്ക് വരികയാണ്. അങ്ങനെ തന്റെ വീട്ടിലെത്തി അച്ഛൻ അവളെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളും ആ കഥാപുസ്തകങ്ങളും എല്ലാം അവൾ എടുത്തു വെക്കുമ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. എർത്ത് പോണികളുടെ കയ്യിലുള്ള ആ ക്രിസ്റ്റൽ അത് അച്ഛൻ അവൾക്ക് കൊടുത്ത കളിപ്പാട്ടത്തിലായിരുന്നു. ആ ഒരു ക്രിസ്റ്റൽ കൂടി എടുത്ത് അവൾ തന്റെ ഫ്രണ്ട്സിനരികിലേക്ക് ഓടി ചെല്ലുമ്പോഴേക്ക് ഇവിടെ പക്ഷേ അടുത്ത പ്രശ്നം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്പ്രൗട്ട് ഉണ്ടാക്കിയ ആർമിയും അവന്റെ ആയുധങ്ങളും കൊണ്ട്. സ്പ്രൗട്ടിനോടും ഇവര് പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കി. പക്ഷെ സ്പ്രൗട്ട് ആണെങ്കിൽ പെഗസസിനെയും യൂണിക്കോൺസിനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തന്റെ ആർമിയെ മുന്നോട്ട് നയിക്കുന്നു. അവൻ വലിയൊരു റോബോട്ടിക് മെഷീൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സണ്ണിയും ഹിച്ചും എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ അടുത്ത് എത്താൻ നോക്കുമ്പോഴേക്ക് പെഗസസും യൂണിക്കോൺസും തമ്മിൽ ഒന്നായി അവർ ആ ക്രിസ്റ്റൽ ഭാഗങ്ങളുമായി ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 3 ഭാഗങ്ങൾ നമ്മുടെ സണ്ണിയും ഇസിയും പിപ്പും ചേർന്ന് അവളുടെ വീട്ടിൽ പോയി ഒരുമിപ്പിക്കാൻ നോക്കുകയാണ്. പുറത്താണെങ്കിൽ സ്പ്രൗട്ട് തന്റെ ആർമിയെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. പെഗസസിനെയും യൂണിക്കോൺസിനെയും ഇവിടെ നിന്ന് ഓടിപ്പിക്കാനും സണ്ണിയുടെ വീട് തകർക്കാനായിട്ടും ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ സ്പ്രൗട്ടിന്റെ അമ്മയായിട്ടുള്ള ഫിലിക്സിന് പോലും കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇവര് ഒന്നിച്ച് ആ ക്രിസ്റ്റൽ ചേർത്ത് വെച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടും സണ്ണിക്ക് വിഷമമായി. സണ്ണി പറഞ്ഞു, ഇവിടെ മാജിക് ഒന്നുമല്ല, നമ്മളുടെ മനസ്സാണ് ഒന്നായിട്ടിരിക്കേണ്ടതെന്ന്. ഇത് പറഞ്ഞ് നമ്മുടെ എർത്ത് പോണികളുടെയും പെഗസസിന്റെയും യൂണിക്കോൺസിന്റെയും തലവന്മാരായിട്ടുള്ള ഫിലിക്സും അതുപോലെ ഹാവനും ആൽഫബറ്റിലും ഒന്നു ചേർന്നപ്പോൾ ആ മാജിക് വർക്കൗട്ട് ആവുകയാണ്. അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മാജിക് പവേഴ്സ് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആദ്യം കണ്ടതുപോലെ എർത്ത് പോണികളും പെഗസസും യൂണിക്കോൺസും ഒന്നായി ജീവിക്കുന്ന ഒരു മനോഹരമായ നാട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം അവസാനിക്കുന്നത്. 2021 റിലീസായ ലിറ്റിൽ പോണി എ ന്യൂ ജനറേഷൻ മൂവി എന്നൊരു അടിപൊളി മൂവിയാണ് കൂട്ടുകാരിപ്പോ കണ്ടത് കേട്ടോ. ഇവരുടെ സീരീസും മറ്റും കണ്ടവർക്ക് ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഫെമിലിയർ ആയിരിക്കും. ലിറ്റിൽ പോണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഉണർവാണ്, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ആണ്. കുട്ടികളായിക്കോട്ടെ, ഇപ്പോ മുതിർന്നവരെന്ന് പറയുമ്പോൾ വലിയ പ്രായമുള്ളവർക്കൊന്നും കണ്ടിരിക്കാൻ പറ്റുമെന്നറിയില്ല. എന്നാലും ഒരു ഇടത്തരം പ്രായക്കാർക്ക് വരെ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ടും ഇതിന്റെ ഒരു മെസ്സേജ് എന്താണെന്ന് മനസ്സിലാകുന്ന സ്റ്റോറീസ് ആണ് ഇവരുടെ സീരീസിലും ഉള്ളത്. കൊച്ചുകുട്ടികളെ മാത്രം കണ്ടുകൊണ്ടല്ല അവർ ഈ സീരീസ് ഇറക്കുന്നതെന്ന് നമുക്ക് പല എപ്പിസോഡ്സ് കാണുമ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൂവി സെലക്ട് ചെയ്യാനായിട്ടുണ്ടായ കാരണം. ലിറ്റിൽ പോണി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിലൊരു മെസ്സേജ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു ഫിലിമിലെ മെസ്സേജ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഫ്രണ്ട്ഷിപ്പാണ്. പല രീതിയിൽ നമ്മൾക്ക് പല തെറ്റിദ്ധാരണകൾ കൊണ്ട് പല ഫ്രണ്ട്ഷിപ്പും കട്ടാവുന്ന സാഹചര്യം നമ്മുടെ ലൈഫിലും വരാറുണ്ടല്ലേ. ഇതിപ്പോ വലിയൊരു പ്രശ്നമാണ് എന്ന് വെച്ച് വലിയ ചെറിയ ഇഷ്യൂസ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കട്ടാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ ഭാഗത്താണോ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ ഭാഗത്താണോ തെറ്റ്? അതെങ്ങനെയാണ് നമ്മൾ അതിനെ മറികടക്കേണ്ടത്? നമ്മളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് അവരോട് സോറി പറയണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ നടപടി നമ്മൾ ഉണ്ടാക്കണം അല്ലെ. പിന്നെ അല്ലാതെ നമ്മൾ ഒരു കാര്യം വിചാരിച്ചല്ലെങ്കിൽ അതിങ്ങനെ തെറ്റിദ്ധാരണയാണെന്ന് അറിഞ്ഞിട്ട് കൂടി പിന്നീട് നമ്മളിങ്ങനെ ഓക്കെ ആക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് തോന്നും? അങ്ങനെയൊന്നും ആലോചിച്ചിരിക്കല്ല വേണ്ടത്. നമ്മുടെ വേൾഡിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ്. സോ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത്തരത്തിലെ ഫ്രണ്ട്സിനെ ഒന്നും നമ്മൾ തെറ്റിദ്ധാരണയുടെ പേരിലായിട്ട് മാറ്റി നിർത്താൻ പാടില്ല. മാറ്റി നിർത്തുക എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഏത് വിധേനയും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ സണ്ണിയും ഇസിയും സിപ്പും പിപ്പും ഹിച്ചും എല്ലാവരും ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ. അവരുടെ ലൈഫിനെ വരെ മാറ്റി വെച്ചിട്ടാണ്
ഈ ഒരു 3 കൂട്ടരുടെയും സൗഹൃദം അവരുടെ ഇടയിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവന്നത്. ഇത് ശരിക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. ഈവൻ നമ്മൾ കൊച്ചുകുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സിനിടയിൽ നമുക്ക് പല തരത്തിലുള്ള ടോപ്പിക്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുമായിട്ട് ചില അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളൊക്കെ ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പല കാഴ്ചപ്പാടുകളാണ്. അതിന്റെ പേരിലാണ് ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എന്ന് വെച്ച് നമ്മുടെ ലൈഫിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ മാത്രമുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മാത്രം അത് അത്രയ്ക്ക് നമ്മുടെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പേരിൽ മാത്രമായിരിക്കണം നമ്മൾ വലിയ കടുത്ത ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടത്. അല്ലാതെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കട്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിന്റെ പേരിൽ പശ്ചാത്തപിക്കേണ്ടി വരും. സോ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതോ ആയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇത്തരത്തിലെ മൂവീസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ തുടർന്നും നമ്മളുടെ ഈ മൂവീസ് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാട്ടോ. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സിലൂടെ നമ്മളോട് പറയാവുന്നതാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ കഥയിലെ കാര്യം കേട്ടില്ലേ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളും അത്രയ്ക്ക് ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. സോ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളോട് കമന്റ്സിലൂടെ പറയാവുന്നതാണ്. അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.